ദൃശ്യം 3 ആ ഒരു ക്വാളിറ്റി തന്നെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കും ആ കഥ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഉള്ളൊരു കൗതുകമാണ്. കാരണം ഓൾറെഡി അത് വലിച്ചു നീട്ടി. ബട്ട് സെക്കൻഡ് പാർട്ട് നമ്മളെല്ലാം കൊളാവെന്ന് വിചാരിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് സെക്കൻഡിനെക്കാട്ടി ഒരുപടി മുകളിൽ നിൽക്കുമെന്ന് തോന്നുന്നു. അത് ഇല്ല, കണ്ടറിയണം. എൻ്റെ പ്രതീക്ഷ എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഒരേപോലെ ഇഷ്ടപ്പെട്ടാണ്. രണ്ടും ഇപ്പോൾ ഇതും ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. അതായത് മൊത്തത്തിൽ എല്ലാവരുടെയും കൂടി ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ദൃശ്യം എന്ന് പറയുന്നത്. ലാലേട്ടൻ മാത്രമല്ല, ഡയറക്ടറും എല്ലാമാണ്. ലാലേട്ടൻ ഓൾറെഡി ഇപ്പം കംബാക്ക് എന്ന് പറയാനൊന്നുമില്ലല്ലോ, ഇപ്പോഴും ടോപ്പ് തന്നെയാണ്. സോ മൊത്തത്തിൽ അങ്ങനൊരു മൊത്തത്തിലൊരു ഇമ്പാക്റ്റാണ് നോക്കുന്നത്. പടത്തിൽ പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും കാണും, എന്തായാലും പോയി കാണും. തിരിച്ചു വരവ് പ്രതീക്ഷിക്കാം. കാരണം അത്രയും നല്ലൊരു ഡയറക്ടറാണ്. ഇപ്പം കുറച്ച് കാലമായിട്ടൊന്ന് ഡൗൺ ആയി നിൽക്കുകയാണെങ്കിലും ദൃശ്യം പോലത്തെ ഒരു പടം വരുമ്പം ഹോപ്പ് പുള്ളി ഒന്ന് തിരിച്ചു വരുമെന്ന്, ഒരു മാസം സക്സസ്ഫുൾ ആയിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വെച്ച് നിർത്തുന്നതാണ്. ഇതിപ്പം തേർഡിൽ തന്നെ ഈ പറഞ്ഞ പോലെ വലിച്ചു നീട്ടി എന്താണ് കാണാതിരിക്കുന്നതെന്ന് കണ്ടറിയണം. പക്ഷേ സെക്കൻഡ് അവർ നല്ല രീതിയിൽ കൊണ്ടുപോയി നിർത്തിച്ചു. ഇനിയിപ്പോൾ തേർഡിൽ എന്താണെന്ന് കണ്ടറിയണം. ഇനിയൊരു ഫോർത്തിന് വേണ്ടിയുള്ളൊരു ഇത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വലിച്ചു കിട്ടാണ്ടിരിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷ. അത്ര പ്രതീക്ഷയൊന്നുമില്ല. കാരണം 2 തന്നെ നല്ലൊരു എൻഡിങ് ആയിരുന്നു. നല്ലൊരു എൻഡിങ് കൊടുത്തിട്ട് വീണ്ടും അതായത് ചത്ത ശവത്തിനെ വീണ്ടും എഴുപ്പിച്ച് വിട്ടിട്ട് നീ ഒന്നും കൂടെ പോയി ചാവടാന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരവസ്ഥ ഉണ്ടല്ലോ, അതുവരെയാണ് തോന്നണത്. നല്ല എൻഡിങ് ആയിരുന്നു ദൃശ്യം 2, നല്ലൊരു എൻഡിങ് ആയിരുന്നു. 3യുടെ ആവശ്യമുണ്ടോ എന്നൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കണത്. വലിയ കുഴപ്പമൊന്നും ഞാൻ കൂടെ കണ്ടില്ല. കാരണം 1ഉം 2ഉം ഒക്കെ പീക്ക് പടമായിരുന്നു. എൻഡിങ് ആയാലും ശരി, മൊത്തത്തിൽ നല്ലൊരു എൻഡിങ് ആയിരുന്നു. ഇപ്പം KGF 3യുടെ കാര്യം തന്നെ കമ്പയർ ചെയ്താൽ പോലും എല്ലാവരും ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കാരണം 2 ക്ലൈമാക്സ് ഒക്കെ നല്ല കറക്റ്റ് എൻഡിങ്, 100% പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു. വീണ്ടും 3 എടുത്ത് വെച്ചിട്ട് വീണ്ടും ശരി പ്രീക്വലാണെങ്കിൽ പോട്ടെന്നറിയാം, ഇടയിൽ കുറച്ച് കഥകളുണ്ട്, അത് വെച്ച് എങ്ങനെ എടുക്കാം. ഇതങ്ങനെ അല്ലല്ലോ, പ്രീക്വലേ അല്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് പ്രതീക്ഷ ഞാൻ കൊടുക്കണ്ട, നല്ലൊരു പടം ആയാൽ മതിയായിരുന്നു. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ അങ്ങനെ പോയി കാണാം. അത്ര തന്നെ 1ഉം 2 പോലെ നല്ലൊരു പടം ആവണം എന്നേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. നല്ല പടം ആവുമെന്ന് നമുക്ക് നോക്കാം. അതിനെ 2 സിനിമയും അത്ര പോരെ. വലതുവശത്തെ കള്ളനും നിരാശ അത്ര തിയേറ്റർ ഹിറ്റായില്ലല്ലോ. നേരെയായിരുന്നു ലാസ്റ്റ് ഞാൻ കണ്ട്. എന്താ പ്രീസയിലൊക്കെ നല്ല കയറണമുണ്ട്. ശരിക്കും റെക്കോർഡാണ്. ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പോൾ 10 കോടി നോക്കാം. ശരിക്കും ഇക്കുറി ലാലേട്ടൻ ഞെട്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രതീക്ഷ ഉണ്ടോ? വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ജസ്റ്റിൻ്റെ ട്രെയിലർ ഇറങ്ങിയ ഒരു സീരിയൽ ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദൃശ്യം 2 OTTയിൽ ഇറങ്ങിയതുകൊണ്ടാണ് അത്രയും ചർച്ച ചെയ്യപ്പെട്ടത്. തിയേറ്ററിലായിരുന്നുണ്ടെങ്കിൽ നോർമൽ ഒരു റേറ്റിലേ പോകുള്ളൂ. ദൃശ്യം 1ൻ്റെ ആ ഒരു പെർഫോമൻസ് ഒന്നും വരില്ല. ദൃശ്യം 3 വരുമ്പോഴത്തേക്കും ഇതേ സാധനം തന്നെ ഇനി കൊണ്ടുവന്ന് വലിച്ചു നീട്ടി സീരിയലിലോ കൊണ്ടുപോകുമോ, അത് വേറെ സാധനം കയറ്റുമെന്ന് കണ്ട് തന്നെ അറിയാം. പക്ഷേ ഒരു വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു പടം തന്നെയാണ് ദൃശ്യം 3. കാരണം വെച്ചാൽ ഫാൻസുകാർക്ക്, ലാലേട്ടൻ ഫാൻസുകാർക്ക് ഇത് ഭയങ്കര പ്രതീക്ഷയും, ബാക്കിയുള്ളവർക്ക് പടം ഇറങ്ങിയേ പോയി കാണാം, കൊള്ളാതുണ്ടെങ്കിൽ വീണ്ടും പോയി കാണണം എന്നുള്ള രീതിയിലുള്ള ഫീലേ മാത്രമേ ഉള്ളൂ. ഈ മലയാളത്തിലെ പല റെക്കോർഡ് വെച്ചാൽ 50 കോടി 100 കോടി 200 കോടി ലാലേട്ടൻ തുടങ്ങി വെച്ചത് ഉറപ്പായിട്ടും. അപ്പം മറ്റൊരു റെക്കോർഡ് പ്രതീക്ഷിക്കാമോ നമുക്ക് ദൃശ്യം 3 വഴി? ദൃശ്യം 3 വഴി മറ്റൊരു റെക്കോർഡ് പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വേറെ റെക്കോർഡില്ലല്ലോ. കാരണം 300 കോടി എന്ന് പറഞ്ഞത് ലോക കല്യാണി പരീക്ഷ ടച്ച് ചെയ്ത്, 200 കോടി ആൾറെഡി എമ്പുരാൻ വഴി ടച്ച് ചെയ്ത് ഇപ്പോൾ വാഴയിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇൻഡസ്ട്രി ഇനി ഈ ഇൻഡസ്ട്രീറ്റുകളെ പൊട്ടിക്കുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അത്രയും അത് മാത്രം പൊട്ടിക്കുമെന്നൊന്നും ദൃശ്യം 3 വെച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോൾ തുടരും, അവർ നല്ല പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പോലെ തുടരും പൊട്ടിക്കുമായിരിക്കും. ലോകയും വാഴയും പൊട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഹൈലി പോസിറ്റീവ് കിട്ടി വൻ സംഭവമൊക്കെ ആയി കഴിഞ്ഞാൽ വേറെ പടങ്ങളൊന്നും അടുപ്പിച്ച് റിലീസൊന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാം. അല്ലാതെ ഭയങ്കര റെക്കോർഡ് മേക്കിങ്ങോ റെക്കോർഡ് ബ്രേക്കിങ്ങോ FD കളക്ഷനോ ഭയങ്കരമായ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ഈ പടം. കാരണം നോർമൽ ഒരു ഹൈപ്പിൽ തന്നെയാണ് ഈ പടം പോകുന്നത്. പ്രതീക്ഷയില്ല എനിക്ക് അത് പ്രതീക്ഷയില്ലെന്ന് വെച്ചാൽ ദൃശ്യം 2 ഹിറ്റ് ആയതുകൊണ്ട് OTT ഇറങ്ങിയോണ്ട് ആ പടം കൊള്ളൂലെന്നല്ല. ദൃശ്യം 2 വെച്ച് നോക്കുമ്പോഴത്തേക്കും ദൃശ്യം 3 വരുമ്പോഴത്തേക്കും ട്രെയിലർ കണ്ടപ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയൊന്നുമില്ല. കാരണം പ്രതീക്ഷയില്ലായിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം പടം ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ട്വിസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഹിറ്റാവും, അത് നമുക്കൊരു ഫീലാവും. മെയിനായിട്ട് ദൃശ്യത്തിൽ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് എല്ലാം ഇഴച്ചടിച്ചാണ് കൊണ്ടുവരണത്. ദൃശ്യം 2ലും അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ആ ഒരു 10-15 മിനിറ്റാണ് ആ പടത്തിൻ്റെ നട്ടല്ലെന്ന് പറയണത്. ഈ പടവും അതുപോലെ ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, പടം വീഴും ഉറപ്പാണ്.